മലയാളം ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ഇപ്പോൾ പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ്. അനുമോളെ മാത്രമല്ല, അനുമോളെ സപ്പോർട്ട് ചെയ്തവർക്കും ലാലേട്ടൻ ഇന്ന് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പ്രോമോയിലൂടെ വ്യക്തമായി. ആദിലയ്ക്കും നൂറയ്ക്കിട്ടുമാണ് ലാലേട്ടൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അനുമോളെ ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ആദിലയാണ് അന്ന് ബ്ലാങ്കറ്റ് എടുത്ത് അനുമോൾക്ക് കൊടുത്തത്, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അതിനും ആദിലയ്ക്കും നൂറയ്ക്കിട്ടും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദിലയും നൂറേക്കാളും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തത് ജിഷിനും മസ്താനിയും അഭിലാഷുമാണ്. ജിഷിനും മസ്താനിയും ലൈവ് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ കാണാത്തൊരു കാര്യം സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അഭിലാഷ്. ആ കാര്യത്തിന് അഭിലാഷിനിട്ടും വഴക്ക് കിട്ടണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഒന്ന് വാൺ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എത്ര വൃത്തികെട്ട ആക്റ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ എന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായതെന്ന്. അല്ലെങ്കിൽ അത്രയും സീരിയസ്നെസ് അറിയാവുന്ന ഒരു വ്യക്തി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആ ഒരു കാര്യം അഭിനയിച്ച് കാണിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ തൊലിയുരിയുന്ന രീതിക്ക് തന്നെയാണ് അനുമോളോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നാണമില്ലേ എന്ന് മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനുമോൾ ചെയ്ത കാര്യം എത്ര വലിയ തെറ്റാണ് എന്ന്. പിന്നെ ലാലേട്ടനോട് ആര്യൻ പറയുന്നത് അനുമോൾക്ക് ആര്യനെ ഇഷ്ടമാണെന്ന് ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ശൈത്യം അതിന് തല കുലുക്കുന്നുണ്ട്, അതായത് അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ. എന്നാൽ ഇത്രയും ദിവസം അനുമോള് പറഞ്ഞത് ഞാൻ ആര്യനെ അങ്ങനെ കണ്ടിട്ടില്ലെന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും അവനെ ഞാനൊരു അനിയനായിട്ട് കാണുന്നു എന്നൊക്കെയാണ്. പക്ഷെ അനുമോള് ആദ്യം വന്ന സമയത്ത് ആര്യനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയെന്ന് പ്രേക്ഷകരായ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെന്തായാലും ഇന്ന് ആര്യൻ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് അനുമോള് പറയുന്നത് അത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതല്ലേ എന്നാണ്. അതിനും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം തമാശ, മറ്റുള്ളവർ പറഞ്ഞാൽ അത് തമാശയല്ല, അത് എവിടുത്തെ ന്യായമാണെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും അവസാനം ലാലേട്ടൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോകാം എന്ന് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.